റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴാമത്തെ വ്യക്തിയെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. വറജുലൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാളത് ഐനാഹ്. അള്ളാഹുവിന്റെ തണൽ മാത്രമുള്ള ആ ദിനത്തിൽ തണൽ ലഭിക്കുന്ന ഏഴാമത്തെ വ്യക്തിയായി പരിചയപ്പെടുത്തുന്നത് നമ്മളിൽ ഓരോരുത്തരെയുമാണ്. ദക്കറല്ലാഹ ഖാലിയൻ, ഏകാന്തനായി തനിച്ചിരുന്ന് അള്ളാഹുവിനെ കുറിച്ച് ഓർത്തു. ഫഫാലത്ത് ഐനാഹു, അവന്റെ രണ്ട് കണ്ണുകളിൽ നിന്നും ബാഷ്പങ്ങൾ പൊഴിഞ്ഞു. തനിച്ചിരുന്ന് പടച്ചവനെയും പരലോകത്തെയും ആലോചിച്ച് ജീവിതത്തിൽ ചെയ്തുപോയ കുറ്റങ്ങളും പാപങ്ങളും ചിന്തിച്ച് കണ്ണുനീരൊഴുക്കി പടച്ചവന്റെ മുമ്പിൽ കരയുന്ന മനുഷ്യൻ, അള്ളാഹുവിന്റെ തണലിലേക്ക് മാറി നിൽക്കുവാൻ പടച്ചവൻ അനുവദിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട വലിയ ഒരു ഉപദേശമാണ് ഇതിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യലിജുന്നാറ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാഹി ഹത്താ യഊദൽ ലബനു ഫിൽ ദർഅ. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞ മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കില്ല. ചേർത്ത് പറഞ്ഞു നോക്കൂ നിങ്ങൾ, ഹത്താ യഊദൽ ലബനു ഫിൽ ദർഅ, പാല് അകട്ടിലേക്ക് തിരിച്ചു പോകുവോളം. സംഭവിക്കാത്തൊരു കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തറപ്പിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. പടച്ചവനെ ഓർത്ത് കരയുന്ന മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കില്ല. പക്ഷെ പലപ്പോഴും ഈ ആൾ ഞാനോ നിങ്ങളോ ആകാറുണ്ടോ എന്ന് ചിന്തിക്കുക. അള്ളാഹു ചെയ്തു തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ ദീൻ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ്. പടച്ചവന്റെ സഹായത്താൽ ഒട്ടേറെ നന്മകൾ ചെയ്യുവാൻ സൗകര്യവും ലഭിച്ചിട്ടുള്ളവരാണ്. എന്നാൽ പോലും പലപ്പോഴും പടച്ചവന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പാപങ്ങളും കുറ്റങ്ങളും ചെയ്യുന്നവരാണ്. ചെയ്യാൻ കഴിയുന്ന പല നന്മകളും ചെയ്യാതിരിക്കുന്നവരും ഉപേക്ഷ വരുത്തുന്നവരുമാണ്. ഒരുപാട് വീഴ്ചകൾ നമുക്ക് വരുന്നുണ്ട്. മനഃപൂർവ്വം പോലും തെറ്റുകൾ ചെയ്യുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാറുണ്ട്. ഏത് നിമിഷവും അവസാനിക്കുന്നൊരു ജീവിതമല്ലേ നമുക്കുള്ളത്? ഏത് നിമിഷവും ആരംഭിക്കുന്ന ഒരു ലോകമല്ലേ നമുക്ക് മുമ്പിലുള്ളത്? ആ കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുമ്പോഴാണ് സത്യവിശ്വാസിയുടെ മനസ്സ് അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഒഴുകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പലപ്പോഴും കരയാറുണ്ടായിരുന്നു. അവിടുത്തെ ശബ്ദത്തിന് മാറ്റം വരുമായിരുന്നു. സഹാബികൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു സുബഹി ബാങ്ക് വിളിക്കുവാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്നു. മദീന പള്ളിയിലെ ബാങ്കുകാരനായിരുന്നു അദ്ദേഹം. ഒരു ദിനം സുബഹിക്ക് മുമ്പ് എത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയുകയാണ്. അവിടുത്തെ മുഖം വിവർണമായിട്ടുണ്ട്. കവിൾത്തടത്തിലൂടെ കണ്ണുനീരൊഴുകിയത് കാണുന്നുണ്ട്. മടിത്തട്ട് നനഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ ആയത്ത് അവതരിച്ചിരിക്കുന്നു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ. ആകാശഭൂമികളെക്കുറിച്ചും രാപ്പകലുകൾ മാറി വരുന്നതിനെ സംബന്ധിച്ചും പ്രാപഞ്ചികമായ സംവിധാനങ്ങളെ സംബന്ധിച്ചുമെല്ലാം ആലോചിക്കുവാനും ചിന്തിക്കുവാനും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കുവാനും ഉത്ബോധിപ്പിക്കുന്ന ഖുർആനിൻ്റെ ആയത്ത് അവതരിച്ചിരിക്കുന്നു. ഇങ്ങനെ പടച്ചവന്റെ മഹത്വവും അവന്റെ സൃഷ്ടി വൈഭവവും ആലോചിച്ചുകൊണ്ടാണ് പ്രവാചകൻ കരഞ്ഞുപോയിട്ടുള്ളത്.
അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലുൻ ലിമൻ ഖറഅ ഹാദിഹിൽ ആയ വലം യതദബ്ബർ ഫീഹാ. ഈ ആയത്ത് പാരായണം ചെയ്തിട്ടുണ്ട്, പക്ഷേ ആയത്തിൽ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുന്നില്ലെങ്കിൽ അവന് നാശമുണ്ട് എന്ന് പറയുകയുണ്ടായി. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഇമാം നിൽക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയാണ്. പ്രവാചകന്റെ പത്നി ആയിഷ റളിയല്ലാഹുവിനോട് പറഞ്ഞു, അബൂബക്കറിനോട് ഇമാം നിൽക്കാൻ പറയൂ എന്ന്. അവസാനത്തെ ആഴ്ചയിൽ സുഖമില്ലാതെ കിടന്ന സന്ദർഭത്തിലാണത്. ആയിഷ റളിയല്ലാഹു പറഞ്ഞത്, പിതാവിനത് കഴിയുമോ റസൂലേ? അദ്ദേഹം ഖുർആൻ ഓതിയാൽ കരഞ്ഞു പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇമാമായി കൊണ്ട് നമസ്കരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, അബൂബക്കറിനോട് ഇമാം നിൽക്കാൻ വേണ്ടി പറയൂ എന്ന്. സൂചിപ്പിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും ഒക്കെ അവസ്ഥ അതാണ്. ഖുർആനിലേക്ക് പാരായണം ചെയ്യുമ്പോൾ മനസ്സ് സമർപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹു എനിക്കത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നരകത്തെക്കുറിച്ച് പറയുമ്പോൾ പടച്ചവനെ എന്നെ രക്ഷിക്കണേ എന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മാപ്പിനെ കുറിച്ചും പാപമോചനത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹുവേ എനിക്കത് എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ, മാപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഖുർആനിലെ ആയത്തുകൾ ഓതുമ്പോൾ അവയോടൊപ്പം മനസ്സുണ്ട്, പ്രതികരണമുണ്ട്. പടച്ചവന്റെ സൃഷ്ടി വൈഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് അവർ ഖുർആൻ പാരായണം ചെയ്തിരുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഖുർആൻ ഒന്ന് ഓതൂ എന്ന് പറഞ്ഞു. ഞാൻ കേൾക്കട്ടെ. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂലേ, ഖുർആൻ അങ്ങക്ക് അവതരിച്ചതല്ലേ? അതെ, എനിക്ക് മറ്റൊരാൾ ഓതുന്നത് കേൾക്കാൻ ഒരാഗ്രഹമുണ്ട്. അങ്ങനെ അദ്ദേഹം ഖുർആൻ ഓതിക്കൊണ്ടിരുന്നു. ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജീനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. പരലോകമാണ് രംഗം. മഹ്ശറയിലാണ് എല്ലാവരും ഉള്ളത്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും വിചാരണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സന്ദർഭം. പ്രവാചകന്മാരും ആ വിചാരണക്ക് അള്ളാഹു ഹാജരാക്കിയിട്ടുണ്ട്. ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്. എല്ലാ സമുദായത്തിൽ നിന്നും സാക്ഷിയെ നാം കൊണ്ടുവരുന്നു. വജീനാ ബിക അലാ ഹൗലാഇ ഷഹീദ. അവർക്കെല്ലാം സാക്ഷിയായി താങ്കളെയും നാം കൊണ്ടുവരുന്നു. എന്തായിരിക്കും ആ ദിവസത്തെ അവസ്ഥ എന്ന് ചോദിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഹസ്ബുക്കല്ലാൻ, ഇപ്പോൾ മതിയാക്കൂ എന്ന്. ഞാൻ തിരിഞ്ഞു നോക്കി. ഫൈദാ ഐനാഹു തദ്രിഫാൻ. രണ്ട് കണ്ണുകളിൽ നിന്നും വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. ഇതാണ് സത്യവിശ്വാസികളുടെ അവസ്ഥ. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, രാത്രി ഖിയാമുൽ ലൈൽ നമസ്കരിക്കുമ്പോൾ, അള്ളാഹുവിനെ കുറിച്ച് ഏകാന്തനായിരുന്ന് ആലോചിക്കുമ്പോൾ കരഞ്ഞു പോവുകയാണ്, പടച്ചവനോട് മാപ്പ് ചോദിക്കുകയാണ്, ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. ചെയ്തുപോയ വീഴ്ചകൾക്കും കുറ്റങ്ങൾക്കും റബ്ബിനോട് പശ്ചാത്തപിക്കുകയാണ്. ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടി റബ്ബിനോട് കേണപേക്ഷിക്കുകയാണ്. ഇങ്ങനെ വറജ്ജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ, ഒരു മനുഷ്യൻ അവൻ അല്ലാഹുവിനെ ഓർക്കുകയാണ്. ഖാലിയൻ, ആരുമില്ലാത്തിടത്ത് വെച്ചുകൊണ്ട്. ഏകാന്തനാണ്, തനിച്ചാണ്, ആളുകൾക്കിടയിൽ വെച്ചുകൊണ്ടല്ല, തനിച്ചിരിക്കുന്ന സമയത്ത് അവൻ ആലോചിക്കുകയാണ്. അത്തരം സന്ദർഭങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. അതല്ലെങ്കിൽ ദക്കറല്ലാഹ, നാവുകൊണ്ട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന ദിക്റുകൾ ചൊല്ലുകയാണ്. അങ്ങനെ മനസ്സും നാവും ഏകാന്തതയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ പടച്ചവനെ ഓർത്തുകൊണ്ട് ഫഫാദത്ത് ഐനാഹു, അവന്റെ ഇരു കണ്ണുകളിൽ നിന്നും വെള്ളമൊഴുകുന്നുണ്ട്, കരഞ്ഞു പോകുന്നുണ്ട്. ആ വ്യക്തിക്ക് പരലോകത്ത് വരുമ്പോൾ അള്ളാഹുവിൻ്റെ തണൽ മാത്രമുള്ള ആ സന്ദർഭത്തിൽ മഹ്ശറയിൽ റബ്ബിൻ്റെ അനുഗ്രഹീതമായ തണൽ ലഭിക്കുകയാണ്. ഇതൊരു വലിയ ഭാഗ്യമാണ്. ഇതൊരു വലിയ ഭാഗ്യമാണ്.
അള്ളാഹുവിൻ്റെ അടുക്കൽ ലഭിക്കുന്ന മഹത്തായൊരു ഭാഗ്യമാണ് പടച്ചവൻ്റേതല്ലാത്ത തണലില്ലാത്ത ആ മഹ്ശറയിൽ അവൻ്റെ തണൽ ലഭിക്കുന്നവരായി തീരുക എന്നത്. ഈ മഹാഭാഗ്യം ലഭിക്കുന്നവരായി തീരുവാൻ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഭക്തിയുള്ള ആത്മാർത്ഥതയുള്ള പ്രവർത്തനങ്ങളും കർമ്മങ്ങളും നിർവഹിച്ച് റബ്ബിനോടടുക്കുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.